കർത്താവിൽ പ്രിയരെ, ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്നും നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അനുദിനം നമുക്ക് ആവശ്യമായതെല്ലാം തന്ന് ഇന്ന് വരെയും നമ്മെ നടത്തിയെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വഴികളും തുറന്ന് ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ, തുടർന്നും ദൈവം വിശ്വസ്തനാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 11 വാക്യം വായിക്കട്ടെ. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്കു വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സമയാസമയങ്ങളിൽ നമ്മെ സഹായിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പിന്നമ്പുറം. എത്ര സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെങ്കിലും തൻ്റെ മകനോ മകളോ അവരുടെ ആവശ്യം അപ്പനോട് അറിയിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പൻ സ്വയം അറിഞ്ഞുകൊണ്ടോ തക്ക സമയത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. തുടർന്ന് കർത്താവ് പറയുന്നത്, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നമ്മുടെ മക്കൾക്ക്, അതായത് മനുഷ്യരായ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കില്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ചിലരുടെയൊക്കെ മുഖഭാവവും ഇരിപ്പും വർത്തമാനത്തിൻ്റെ രീതിയും ഒക്കെ കേട്ടാൽ ഈ ദൈവത്തിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സഹായം അവർക്ക് ലഭിച്ചില്ലെന്നേ തോന്നുന്നു. പ്രാരംഭമായി നമ്മൾ വായിച്ച ആ വാക്യമുണ്ടല്ലോ, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്ത ഒരത്ഭുതമാണ് നമ്മൾ വായിക്കുന്നത്. അതും അവർക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുമ്പോൾ, അവരുടെ മനസ്സിൽ കൂടി ചിന്തിച്ചിട്ട് പോലുമില്ലാത്തത്. നോക്കൂ, നമ്മുടെ കാര്യത്തിലും ദൈവം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മനക്കോട്ടകളും കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളുമൊക്കെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല, നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളും, ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ പത്രോസ് ഉൾപ്പെടെയുള്ള ചിലർ ചേർന്ന് മീൻ പിടിക്കാൻ പോയതാ. എന്നാൽ രാത്രി മുഴുവനും അവരെ കൊണ്ട് പറ്റുന്ന നിലകളിലൊക്കെ അവർ ചെയ്തു. പക്ഷേ അവർക്കൊന്നും ലഭിച്ചില്ല. എല്ലാ ഉദ്യോഗാർത്ഥികൾ അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുമ്പോൾ ഏതൊരാളുടെയും മനസ്സ് വേദനിക്കും. കാരണം ദീർഘനാളത്തെ അധ്വാനത്തിന് ശേഷം പഠനമൊക്കെ പൂർത്തീകരിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാ. യോഗ്യതയില്ലാഞ്ഞിട്ടല്ല, വേക്കൻസി ഇല്ലാഞ്ഞിട്ട് പോലുമല്ല, പക്ഷെ ഇവർക്ക് ജോലി ലഭിക്കുന്നില്ല, ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. നേരം പ്രഭാതമാകുന്ന സമയത്ത് കടൽക്കരയിൽ നിന്ന് കർത്താവ് അവരെ വിളിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന ചോദ്യവുമായി. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ചിന്തയിൽ വന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അതായത് ശക്തമായ കാറ്റും ആർത്തിരമ്പുന്ന തിരമാലയും എല്ലാം കൊണ്ടും ശബ്ദമുഖരിതമായ അന്തരീക്ഷം. കടലിൽ നിന്ന് കരയിലേക്ക് നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കാൻ സാധ്യതയുണ്ട് കാറ്റിൻ്റെ അനുകൂല സ്ഥിതി അനുസരിച്ച്. എന്നാൽ കരയിൽ നിന്നും ഒരു ശബ്ദം കടലിലേക്ക് വരിക പ്രയാസമാണ്. കാരണം കാറ്റ് എതിരെയാണല്ലോ വീശുന്നത്. അതുപോലെ തന്നെ തിരമാലയുടെ ശബ്ദവും. എന്നാൽ ആവശ്യക്കാരന് വേണ്ടി, അല്ല അത്യാവശ്യക്കാരന് വേണ്ടി ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്ന ദൈവശബ്ദം വെളിപ്പെടുമെന്നത് നിങ്ങൾ വിശ്വസിക്കുക. ഒരുപക്ഷെ അവരുടെ കാതുകളിൽ ആ ശബ്ദം എത്തിയില്ലായിരുന്നെങ്കിൽ നിരാശയോടെ അവർ മടങ്ങിപ്പോകുവാൻ തയ്യാറെടുക്കേണ്ടി വരുമായിരുന്നു. കർത്താവിനോട് അവർ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവാൻ കർത്താവ് നിർദ്ദേശിച്ചു. കർത്താവിൻ്റെ വാക്കുകളിൽ അവർ പൂർണ്ണമായി ആശ്രയിച്ച് വല വീശിയത് നിമിത്തമായി നമ്മൾ വായിക്കുന്നത് 153 വലിയ മീൻ നിറഞ്ഞ വല വളരെ പ്രയാസപ്പെട്ട് അവർ കരയ്ക്ക് കയറ്റി എന്നാണ്.
തന്നെയുമല്ല, ഇത്രയുണ്ടായിട്ടും വല കീറിയതുമില്ല. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത സ്ഥാനത്തും ആരുടെയും കരങ്ങൾ നമ്മുടെ നേരെ നീട്ടപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലും ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഇവിടെയും അതാണ് സംഭവിച്ചത്. ജീവിതത്തിൽ ഏത് നിലയിലുള്ള പ്രതികൂലം അനുഭവിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിലും, ഇതാ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു തുടങ്ങുകയാണ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിനോട് ചേർന്ന് നടക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതം ജയകരമായി തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവിൻ്റെ കരനീട്ടണമേ. അത്യാപത്ത് സമയങ്ങളിലും അത്യാവശ്യ സമയങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ കരം കൂടുതലായി പോയിട്ടില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തുടർന്നും അടിയങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.